कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलं मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतं वरिष्ठं वातात्मजं वानरयुधमुख्यं श्रीरामदूतं शिरसा नमामि। श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम जय। ഉഷസിനിരിചരികളിലും അവരും മമ ഭക്ഷിക്കുമറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിക വരുവതിനൊരു കഴിവുണ്ട് കണ്ടീല മാനവവീരനുമെന്നെ മറന്നിരു. കളവനിഹ വിരവിനൊരു ജീവനമജ്ജനൻ കാകുൽസ്ഥനും കരുണാഹീനത്തെയും മനസ്സി മുഹുരിവ പലതുമോർത്തു സന്താവേന മന്ദമന്നമെഴുന്നേറ്റു നിന്നാലുകൾ തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തവത്തു താണു കിടന്നൊരു ശിവശാഖയും സഭയപരവശ തരളമലംബ്യപട്ടുവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാരോഗ്യമാനസേ വാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗതമലനയന പരഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രരായി രതിരമണതുല്യരായി 4 പേരുണ്ടിതു. രാമഭരതൗമിത്രി ശത്രുഘ്നന്മാർ രജനിജരകുല നിധനഹേതുഭൂതൻ വിദുരാജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ. ജനകനൃപതുതന സുതയും അവരജനുമായി സാദരം ജാനകീദേവി തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാന്നു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിനപുവിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുരനവന് നൽകിയ മാല്യവൻ പർവ്വത വളർച്ചേ നടക്കും വിധൗതതാ. ധരണിസുതനൊടു തപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ചക്രസുതനെയും. ധരണിതനയനുമഥ കവീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും. കപിവരരവിരവിനൊടു 4 ദിക്കിങ്കലും കണ്ടു വരുവാനയച്ചോരനന്തരം പുനരവരിലൊരു വനഹനമത്ര വന്നേടിനൻ. പുണ്യവാനായ സമ്പാദിരൻ വാക്കിനാൽ ജലനദിയും ഒരു ശതകയോജനാ വിസ്തൃതം ബ്രഹ്മേ കുതിച്ചു ചാടിക്കടന്നേടിനൻ. രജനിജരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനകം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ തരനു നികരവരമരിയ ശിവാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുത കനിവിനൊടു കണ്ടു കൃതാർത്ഥനായേനഹം കാമലാഭാൽ കൃതകൃത്യനായിടിനൻ. ഭഗവതനുതരഹമഗ്രേശരൻ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവകുലവരനിധി പറഞ്ഞേടിനാൻ പിന്നെ ഇളകാതിരുന്ന മനനക്ഷണം. കിമതിരകുകുലവരചരിതം മാത്രമേ ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം. പവനനൊടു കൃപയൊടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ. ഇനി ഹനുമാൻ എന്ന കഥാപാത്രത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയും. ശ്രീരാമദാസനായ ഹനുമാൻ, ആഞ്ജനേയനും പറയും. ശ്രീരാമൻ്റെ വേറൊരു പേരാണ് ആഞ്ജനേയൻ. ഹനുമാൻ വളരെയധികം ഉദ്വേഗജനകമായതാണ് അയാളുടെ ജനനം. ജനിച്ച ഉടനെ അമ്മ ഹനുമാൻ്റെ അമ്മയുടെ പേരുള്ള അഞ്ജനാദേവി, അച്ഛൻ വായുദേവൻ. ഇതിപ്പോൾ വിസിലൂരില്ലേ ജനിച്ചപ്പോൾ തന്നെ അമ്മ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ആരും നോക്കാനൊന്നുമില്ല. ഇപ്പോൾ വിശന്ന് വല്ലാണ്ട് വിഷമായി, വെള്ളം വരെ കിട്ടാനില്ല. അങ്ങനെ ആകുമ്പോൾ സൂര്യനെ കണ്ടു. അപ്പോൾ അത് പഴാന്ന് വിചാരിച്ചിട്ട് തിന്നാൻ വേണ്ടി മേലോട്ട് കയറി പോയി. സൂര്യൻ്റെ ചൂടല്ലേ കത്തിക്കരിഞ്ഞ് ചൂട് ചെറുത്തു. അത് അങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റ് നിലംപതിക്കേണ്ടി വന്നു. നിലത്ത് വീണ ഹനുമാനെ പിതാവായ വായുദേവൻ പാതാളത്തിലേക്ക് കൂട്ടിപ്പോയി. അവിടെ എല്ലാ ദേവന്മാരും ഒത്ത് അനുഗ്രഹിച്ച് അഷ്ടസിദ്ധികൾ നൽകി. എനിക്ക് ഹനുമാൻ ഏത് കാര്യവും ഏൽപ്പിച്ചാൽ ആത്മാർത്ഥതയോടെ നടത്തുക എന്നതാണ് ആഞ്ജനേയൻ്റെ രീതി. നമ്മളതൊന്നും അങ്ങനെയല്ല.
കർമ്മരംഗത്തെ ആത്മാർത്ഥത, യജമാന സ്നേഹം, സത്യസന്ധത, നയതന്ത്രജ്ഞത, നിഷ്കാമ ഭക്തി എന്നിവയുടെ ഉത്തമ മാതൃകയാണ് നമ്മുടെ ഹനുമാൻ അഥവാ ആഞ്ജനേയൻ. എല്ലാം കഴിഞ്ഞ് ഇനി എന്ത് വരമാണ് നൽകേണ്ടത് എന്ന ചോദ്യത്തിന് ഇതെല്ലാം പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. ഗംഗാലയത്തിൻ്റെ പാലം നിർമ്മിച്ചു കൊടുക്കാനും സീതാദേവിയെ കണ്ടെത്താനും എല്ലാം ചെയ്ത് അവസാനം എന്ത് വരമാണ് എനിക്ക് വേണ്ടതെന്ന് ശ്രീരാമൻ ചോദിച്ചപ്പോൾ രാമസ്മരണയും രാമമന്ത്രവും ഉള്ള കാലത്തോളം ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ള ഒറ്റ വരെ കൊണ്ടു. വരെ എനിക്കൊന്നും വേണ്ടാന്ന്. നമ്മളെന്നാ പറയുക, നമ്മളെന്നാ പറയുക, നമുക്കിത്ര പൈസ കിട്ടണം, അല്ലെങ്കിൽ ഞാനായി ചെയ്യും അല്ലേ, അല്ലെങ്കിൽ മുട്ടായി വാങ്ങിത്തരണം. ഒരേ ആവശ്യമാണ്. ബുദ്ധിക്കും മനസ്സിനും ബലം, വാക്സാമർത്ഥ്യം, ധൈര്യം, കർമ്മവിജയം, ആയുർബലം, ശനി രാഹു ദോഷ നിവാരണം എന്നിവയ്ക്കെല്ലാം ഹനുമത് ഭജനം വളരെ ഉപകാരപ്രദമാണെന്ന്